രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഇന്ന് ശ്രീ ചന്ദ്രശേഖരൻ ഇതുവരെയും എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് പി ശ്യാമളദേവി അവർക്ക് ഇടയിലുള്ള ഉന്നതമായ വിവിധ രാഷ്ട്രീയജനകമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും സജീവമായ പങ്കാളിത്തം എടുത്തത് ഇതോടെ സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളതിലൊന്നും ഒരു വലിയ ഇഷ്യൂ ആക്കാതിരുന്നത് അത് ഒരു കാസർഗോഡ് ജില്ലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അതിനു മുമ്പൊക്കെ സാധാരണ വിഭജന യോഗങ്ങളിൽ ഇതുപോലെ പല വേഷങ്ങളും ധരിക്കാറുണ്ട്. ഓരോ ഷോപ്പുകളിൽ നിന്ന് ഇത് യഥേഷ്ടം കിട്ടും. അതിൻ്റെ രൂപത്തിൽ അത് വരികയും എല്ലാവരും അതിനെ അപലപിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നെഹ്റുജിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പട്ടാള വേഷം മാത്രമല്ല, അതിൻ്റെ അത് കേസെടുത്തില്ല. അതിനെപ്പറ്റി യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാത്ത സമയത്ത് ആക്ഷനുണ്ടായി. അപ്പോൾ അവരെ വിളിച്ചു, അറസ്റ്റ് ചെയ്തു, റെയ്ഡ് ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം എന്നിട്ടും ഇനി എങ്ങനെ വന്നാലും അതിനി നികുതി യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മതമേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ട്. പോലീസ് വിട്ടു, ലോക്കൽ പോലീസ്. അതിന് ശേഷമാണ് പിന്നീട് സുപ്പീരിയർ ഓഫീസേഴ്സൊക്കെ അവിടെ എത്തിയത് എന്നുള്ളത്. അതൊന്ന് അവരോട് സംസാരിക്കണം. ഇപ്പം 2.28 crores നമ്മൾ കൊടുക്കുകയാണ് ഗവൺമെൻറ്. ഇവർ 3 MLA-മാരും തന്നു കഴിഞ്ഞു. മറ്റവരുടെ തന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും രാത്രിയിലും പകലും ഈ ക്യാമറകൾ കൺട്രോൾ റൂമിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള നടപടി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവെക്കുന്ന ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ പുതിയ 2 പോലീസ് സ്റ്റേഷൻ കാസർഗോഡ് ആരംഭിക്കുകയാണ്. ഒന്ന് പെരിയയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇവരൊക്കെ നേരത്തെ തൊട്ടേ ആവശ്യപ്പെടുന്നതാണ്. നേരത്തെ ആവശ്യപ്പെടുന്നത് പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടി ഉള്ളതാണ്. പെരിയയിലും അതോടൊപ്പം തന്നെ ഉപ്പളയിലും അന്ന് അസംബ്ലിയിൽ എന്നോട് പറഞ്ഞത് ഉപ്പളയിലും 2 പുതിയ പോലീസ് സ്റ്റേഷൻ നമ്മൾ ആരംഭിക്കുകയാണ്.